ഹിന്ദുത്വ തീവ്രവാദത്തിന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്നവർ ഈ ഒരു വീഡിയോ കാണാതെ പോകരുത്. ഇയാളെ അറിയായിരിക്കുമല്ലോ, 2002 ഗുജറാത്ത് കലാപം. ഇതിന്റെ അപ്പുറമൊന്നും പറയണ്ട ഇയാളെ ഓർക്കാൻ വേണ്ടി. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ, 2026 അയാളുടെ അവസ്ഥ എന്താണെന്ന് അയാൾ തന്നെ പറയുന്ന വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. जो राम भक्तों के लिए मैंने गुस्सा आक्रोश दिखाया ना, वो हिंदू धर्म के ठेकेदारों ने कभी मेरा कोई मदद नहीं की और ना ही कभी किसी ने मेरा कोई विकास भी नहीं हुआ है। आज भी मैं अहमदाबाद में फुटपाथ पे कमाता हूँ, रात को होटल में खाना खाता हूँ और एक ऑटो में सो जाता हूँ। रहने को घर नहीं, सोने को बिस्तर नहीं, अपना खुदा है रखवाला, अब तक उसी ने है पाला। वो सा हाल है। मतलब रहने के लिए घर नहीं है, हाँ, खाने को सही से अनाज नहीं है, हाँ, खाने का पैसा कभी होता नहीं है तो होटल में नामे में खाता हूँ। ऑटो रिक्शा में भाई साहब ये सोते हैं, रात को ऑटो में सोता हूँ। और देखिए यही व्यक्ति हैं जो उस समय 2002 में गोंधरा कांड में ये हिंदुत्व के पोस्टर बॉय थे। ये हालत इनकी है। ये जब भी दलित समाज के लोग, मैं था नहीं, मुझे बना दिया गया। हिंदुत्व का चेहरा बनेंगे दलित समाज के लोग, हाँ। तो असर ऐसा ही होगा। मैं अपने आप को हिंदू मानता था वो टाइम पे। अब क्या मानते हैं? अब मैं हिंदू नहीं मानता हूँ, क्योंकि हमारी एक गिनती हिंदू धर्म में आज भी नहीं हो रही है। इतना हिंदुत्व का पोस्टर पर मुझे मीडिया ने बना दिया है। मुझे ऐसी उम्मीद नहीं थी कि मेरी तस्वीर इस तरह पूरा हिंदू चेहरा बन जाएगी या गुजराती का चेहरा बन जाएगी। अच्छा। लेकिन मेरा कभी स्वीकार नहीं हुआ गुजरात में। बाबा साहब को मानते हैं? बाबा साहब को मानता हूँ। बाबा साहब को क्यों ना मानूं? बाबा साहब ने देश का संविधान बनाया है, हमको सब अधिकार दिए हुए हैं। लेकिन आज भी बाबा साहब ने जो अधिकार दिए उसमें धार्मिक और सामाजिक हमको कोई अधिकार नहीं है। ऐसा है। मैं हिंदू, मुझे मीडिया वालों ने हिंदू चेहरा बना दिया, हिंदुत्व का पोस्टर वही बना दिया। इसका इन्होंने हिंदूवादी लोगों ने आज तक स्वीकार नहीं किया है। ना कभी मुझे रामनवमी पे बुलाया, ना कभी हनुमान जयंती पे मुझे बुलाया। ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇയാൾ വിശദമാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ചുരുക്കി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ മര്യാദയ്ക്ക് ഭക്ഷണമില്ല, ഫുട്പാത്തിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഓട്ടോറിക്ഷയിലൊക്കെ കിടക്കുന്നു, വീടില്ല, ബെഡില്ല, ഓട്ടോറിക്ഷയിലാണ് കിടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആരും എന്നെ സഹായിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇയാൾ ഈ കാര്യത്തിന് വേണ്ടി, അതായത് മീഡിയാസ് ആണ് ഇയാളെ പോസ്റ്റ് ബോയ് ആയിട്ട് അവിടെ കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇയാൾ പറയുന്നത്, ഹിന്ദുവിന് വേണ്ടിയിട്ടും അതുപോലെ ഗുജറാത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് നിലകൊണ്ടിരുന്നത്. എന്നാൽ ആ ഹിന്ദുവോ അല്ലെങ്കിൽ ഗുജറാത്തോ ആരും എന്നെ സഹായിച്ചില്ല. എന്നെ സഹായിച്ചിട്ടുള്ളത് ദൈവം മാത്രമാണ്, വേറെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. എന്നെ ഇപ്പോഴും അവർ ഒരു ഹിന്ദു ആയിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരിപ്പോഴും എന്നെ ഒരു ദളിതായിട്ട് മാത്രമാണ് കണക്കാക്കുന്നതല്ലാതെ എന്നെ ഒരു ഹിന്ദു ആയിട്ട് അവർ ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇയാൾക്കുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചോദ്യം അപ്പുറമുള്ള ആള് ചോദിക്കുന്നുണ്ട്, അതായത് BR അംബേദ്കറിനെ വിശ്വാസം അല്ലെങ്കിൽ റെസ്പെക്ട് ഉണ്ടോ അല്ലെങ്കിൽ വിശ്വാസമുണ്ടോ എന്ന്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു, കാരണം ഒരുപാട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ഓക്കെ, എന്നാലും ഇയാൾ പറയുന്നത് ഇയാളെ ആരും സഹായിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തിന് വേണ്ടി ചാവാനും കൊല്ലാനും നടക്കുന്നവർ, അത് ഹിന്ദുത്വ തീവ്രവാദം മാത്രമല്ല, മുസ്ലിംസിലുണ്ട്, മറ്റു പല റിലീജിയനിലുമുണ്ട് ഇതുപോലുള്ള എക്സ്ട്രീം മെന്റാലിറ്റി വെച്ച് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടും ചാവാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ആളുകൾ. അവരോട് പറയാനുള്ളത്, റിലീജിയനിൽ മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടിയിലും, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും എടുത്തു പറയാൻ പറ്റില്ല, കാരണം ഏകദേശം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ട് ചാവാനും കൊല്ലാനും നടക്കുന്ന ആളുകൾ. ഇവരോടൊക്കെ ചോദിക്കാനുള്ള ഒറ്റൊരു കാര്യമാണ്, നിങ്ങളൊക്കെ പോയി ചത്താലും അല്ലെങ്കിൽ കൊന്നാലും ആർക്കാണ് നഷ്ടം? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ റിലീജിയസിന്റെ ലീഡർ അവരുടെ മക്കൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം അത് നടക്കാത്തൊരു കാര്യമാണ്. അവരത് ചെയ്യില്ല. ചെയ്യുന്നത് ആരാണ്? ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയാവുന്ന ആളുകളാണ് ഇതുപോലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ പോകാറ്, അല്ലേ? അതെ. പക്ഷേ ഇവരുടെ ലീഡേഴ്സൊക്കെ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകാറില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം? നിങ്ങളുടെ മതത്തിനാണോ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ? അല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പുതിയൊരാൾ അവിടെ വരും, അത്രയേ ഉള്ളൂ. എന്നാൽ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബക്കാർക്കാണ്, നിങ്ങളുടെ പാരൻസിനാണ്. നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കാണ്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കാണ്, സഹോദരങ്ങൾക്കാണ്. ഈ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് നഷ്ടം. കാരണം നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരമാകാൻ അവിടെ വേറെ ആരുമില്ല. പക്ഷെ റിലീജിയസിന്റെ കാര്യം നോക്കിയാലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം നോക്കിയാലും അവർക്ക്
നിങ്ങൾക്ക് പകരം വേറൊരാൾ വരും അവിടെ, ആ ഒരു പൊസിഷനിൽ വേറൊരാൾ വരും. പക്ഷേ ഫാമിലിയിൽ അത് നടക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ, റിലീജിയസ് നോക്കിയാൽ, ഐഡിയോളജി പരമായിട്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ വ്യത്യാസത്തിന് വേണ്ടി ഇങ്ങനെ ചാവാനും കൊല്ലാനും അല്ല നടക്കേണ്ടത്. എമിക്കബിളായി, അതായത് സമാധാനപരമായി എന്ത് ചെയ്യാം, ഫ്രണ്ട്ലി ടോക്ക് ചെയ്യാം, സംസാരിക്കാം, സംസാരിച്ച് തീർക്കാം, നിങ്ങളുടെ ഐഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാതെ അടിക്കും കൊല്ലാനൊന്നും പോവാതിരിക്കുക. കാരണം പോയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ വീണ്ടും വീണ്ടും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിച്ചെല്ലും. ഇയാൾ എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾ ആണ്. കാരണം 2002 കലാപത്തിന് വേണ്ടി ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഗുജറാത്തികൾ ഇയാളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഹിന്ദുക്കൾ ഇയാളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇയാളെ ഇപ്പോഴും ദളിതായിട്ടാണ് കാണുന്നത്, അതായത് ഹിന്ദുവായിട്ട് കാണുന്നില്ല എന്നാണ് ഇയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. പാർപ്പിടമില്ല, അതായത് കൃത്യമായിട്ടുള്ള ഫുഡില്ല, താമസം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരും ഇയാളെ സഹായിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് അതേ ഗതികേട് തന്നെയാണ്, അല്ലെങ്കിൽ ഗതി തന്നെയാണ് ഇതുപോലുള്ള ഇറങ്ങിച്ചെല്ലുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുക. അതിപ്പോൾ പർട്ടിക്കുലർലി ഹിന്ദുത്വ തീവ്രവാദിക്കാരെ മാത്രമല്ല, മുസ്ലിംസിലുണ്ട്, ഈ ചാവേറായിട്ട് പോകുന്ന ആളുകളുണ്ട്. അവർ പോയി ചത്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? അതുപോലെ തന്നെയാണ് പല റിലീജിയനിലുണ്ട് ഇതുപോലുള്ള ആളുകൾ, അതായത് എക്സ്ട്രീം മെന്റാലിറ്റി ചിന്തിക്കുന്ന ആൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏത് ദൈവമാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ടി നിങ്ങൾ ചാവണമെന്ന് അല്ലെങ്കിൽ മരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ദൈവവും പറഞ്ഞില്ല, പറയുകയും ചെയ്യില്ല. കാരണം ദൈവങ്ങളൊക്കെ ഒരേ കാര്യത്തിൽ പറയുന്നത്, അതായത് ഏത് റിലീജിയസ് ബുക്ക് എടുത്താലും, ഖുർആൻ എടുത്തോട്ടെ, ഭഗവത്ഗീത എടുത്തോട്ടെ, അല്ലെങ്കിൽ ബൈബിൾ എടുത്തോട്ടെ, ഏതെടുത്താലും അതിലൊക്കെ പറയുന്നത് സമാധാനം മാത്രമാണ്, അല്ലാതെ കൊല്ലാനും ചാവാനുമല്ല.